ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഒരു സിനിമ റിവ്യൂ ആയാലോ? സാധാരണ ഒരു വീട്ടമ്മ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെയൊക്കെ ഒരാൾ സിനിമ റിവ്യൂ പറയാമോ? പറയാം. കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ സിനിമ കാണുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സിനിമയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നല്ലത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇന്ന് സിനിമ കണ്ടു. ഏത് സിനിമയായിരിക്കും എല്ലാവർക്കും അറിയാം, പുഷ്പ 2. അപ്പോൾ ഇന്നലെ ആയിരുന്നു റിലീസ്, 5-ാം തീയതി. ഇന്ന് 6-ാം തീയതി നമ്മൾ രാവിലെ 10 മണിയിൽ ഷോയ്ക്ക് പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് ഫോട്ടോസൊക്കെ ഇട്ടിട്ടൊരു റിവ്യൂ ചെയ്യാമെന്നാണ്. ഇനിയിപ്പോൾ അതെന്തെങ്കിലും പ്രശ്നമാവോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഓൺ വോയിസിൽ പറയാമെന്ന് വിചാരിച്ചു, നേരിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ എവിടെയും കേൾക്കുന്നുണ്ട്, അത്ര നല്ലതല്ല, അത്ര പോരാ, നമ്മൾ വിചാരിച്ചിരുന്ന പോലെയല്ല എന്നൊക്കെ. പൊതുവേ എനിക്കിങ്ങനെ അടിയിടി പടങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് കറണ്ട് പോയി കേട്ടോ. ഓക്കെ, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, ഓവറായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല, വലിയ കുഴപ്പമില്ല. എന്നെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഈ KGF അതുപോലെയൊക്കെ കണ്ടിരിക്കുക. KGF ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇത് അല്ലു അർജുൻ്റെ നല്ലൊരു ഫാനാണ്. അല്ലു അർജുൻ ഫിലിംസ് എന്ത് വന്നാലും ഞാൻ കാണാറുണ്ട്. അത് തിയേറ്ററിൽ പോയിട്ടൊന്നുമല്ല കേട്ടോ, നോർമൽ TV-യിൽ തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കൊള്ളായിരുന്നു, തമാശയുണ്ട്, അത്യാവശ്യം ഫൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കുറച്ച് സീൻസിലൊക്കെ ഇങ്ങനെ മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഇടിക്കാനൊക്കെ നിൽക്കുന്നവരൊക്കെ കുറച്ച് ഡാൻസ് കളിക്കുന്ന പോലെ ആ ഒരു ഫീലൊക്കെ തോന്നിയിരുന്നു. അത് ഫസ്റ്റാട്ടോ. പക്ഷേ ഇതൊന്നുമല്ല. എനിക്ക് സാധാരണ ഇപ്പോൾ അല്ലു അർജുനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലു അർജുനെ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ സ്വന്തം ഫഹദ്. കാര്യം പുള്ളിയുടെ ആ ഒരു എൻട്രി, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുക. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായില്ല, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് കുറച്ചൊക്കെ കോമഡി ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് കൂടുതലും അല്ലു അർജുന കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ പോലും ഫഹദിൻ്റെ ഒരു ക്യാരക്ടറിലോട്ട് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി തോന്നി കണ്ടിരിക്കാനായിട്ട്. കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ. പിന്നെ എന്താ പറയുക, ശ്രീവല്യേശ്വരി ആണെങ്കിലും ഒരു ഹൗസ് വൈഫ്, അതിൽ ഒരു ഭാര്യയുടേതായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് വരാം. പക്ഷേ എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ട് കാണാനുള്ള ഫിലിമാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ മൊത്തത്തിൽ കൊള്ളാം. ഓക്കെ ദെൻ ബൈ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ.